വീണ്ടും ദുൽഖർ സൽമാന്റെ ഒരു ചിത്രം മലയാളത്തിലേക്ക് എത്തുകയാണ്. ഐ ആം ഗെയിം ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ്. 156 ദിവസത്തെ ഷൂട്ട്, 100-ലധികം ലൊക്കേഷൻസ്, അതും സൗത്ത് ഇന്ത്യയിൽ മാത്രം. 11 മാസത്തെ എക്സ്റ്റൻഡഡ് ഷൂട്ട്. അങ്ങനെ ഫൈനലി ഐ ആം ഗെയിം ഷൂട്ട് റാപ്പായിരിക്കുകയാണ്. 2026 ഓണം റിലീസായിട്ടാണ് ഈ ചിത്രം എത്താൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, ഇക്കുറി ഓണം ദുൽഖർ സൽമാൻ തന്നെ തൂക്കും. വൻപൻ ബഡ്ജറ്റുമായാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് DQ മലയാളത്തിലൊരു സിനിമയിലേക്ക് വരുന്നത്. വൻപൻ താരനിരയോടുകൂടിയാണ് ഈ ചിത്രം എത്തുന്നത്. ദുൽഖർ സൽമാൻ, കയാതു ലോഹർ, സംയുക്ത വിശ്വനാഥ്, മിസ്കിൻ, ആന്റണി വർഗീസ്, വിനയ് ഫോർട്ട് തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ഉള്ളത്. നഹാസ് ഹിദായത്താണ് ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇസ്മയിൽ അബൂബക്കറും സജീർ ബാബയും നഹാസ് ഹിദയത്തും ചേർന്നിട്ടാണ് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ദുൽഖർ സൽമാനും ജോം വർഗീസുമാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നഹാസ് സംവിധാനം ചെയ്ത ഇതിനു മുൻപുള്ള ചിത്രമാണ് RDX. ആ ഒരൊറ്റ സിനിമ മതി എന്താണ് അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് ദുൽഖർ സൽമാന്റെ 40ാമത്തെ ചിത്രമാണ്. കിങ് ഓഫ് കോത്തയാണ് DQന്റേതായി അവസാനമായി മലയാളത്തിൽ ഇറങ്ങിയ ചിത്രം. ഏറെ നാളത്തെ കാത്തിരിപ്പാണ് ഓരോ പ്രേക്ഷകർക്കും ഉള്ളത് മലയാളത്തിലുള്ള DQന്റെ ഒരു പടം കാണാനായി. DQ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി തമിഴ്, തെലുഗു ചിത്രങ്ങളിൽ അഴിഞ്ഞാടുകയാണ്. സീതാരാമം 99 കോടി നേടിയപ്പോൾ ലക്കി ഭാസ്കർ 140 കോടിയോളം നേടി. കഴിഞ്ഞ വർഷം ലോക പ്രൊഡ്യൂസ് ചെയ്ത് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് നേടുകയും തമിഴിൽ കാന്ത എന്ന ചിത്രത്തിലൂടെ മികച്ച നടനായി തമിഴ് ലോകം അംഗീകരിക്കുകയും ചെയ്തു. ഇക്കുറിയും മലയാളത്തിന് പുറമെ 2 തെലുഗു ചിത്രങ്ങളാണ് DQ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകാശം ലോ ഒക്കത്താര എന്ന തെലുഗു ചിത്രം ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. DQ41ഉം തെലുഗു ചിത്രം എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 2023 DQന്റെ അവസാനത്തെ മലയാള ചിത്രം പുറത്തിറങ്ങിയത്. കിങ് ഓഫ് കൊത്ത ഒരു പരാജയമായിരുന്നെങ്കിലും സിനിമ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുകയുണ്ടായി. ഇക്കുറി ഒരുങ്ങി തന്നെയാണ് ദുൽഖറും ടീമും. ഏറെ ആവശ്യമാണ് DQന് ഇവിടെ ഒരു ഹിറ്റ്. ഇക്കുറി അത് നേടും എന്ന് ഉറപ്പിച്ചു തന്നെയാണ്. ഒരുപക്ഷെ ഇൻഡസ്ട്രി ഹിറ്റിലേക്കും ഈ ഒരു സിനിമ എത്തിപ്പെടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളം സൂക്ഷ്മമായി തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ DQ ഫാൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ്സ് ആയി വരിക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.